അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അതിഥിയാണ് റംസാൻ. ഈ അതിഥിയെ സ്വീകരിക്കാൻ നമ്മളെ ഒരുക്കിയെടുക്കുന്ന 2 മാസങ്ങളാണ് റജബും ശഅബാനും. പണ്ട് കാലം മുതലേ വലിയ ജ്ഞാനികൾ ഈ 3 മാസങ്ങളെ ഒരു കൃഷിയോടാണ് ഉപമിക്കാറുള്ളത്. റജബ് മാസം പിറക്കുമ്പോൾ നമ്മുടെ മനസ്സാകുന്ന കൃഷിയിടത്തിൽ നന്മയുടെ വിത്തുകൾ പാകിത്തുടങ്ങണം. നമ്മൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങളൊക്കെയും മണ്ണിൽ വിത്തിടുന്നത് പോലെ റജബിൽ തുടങ്ങണം. വിത്തിട്ടാൽ മാത്രം പോരല്ലോ, അത് വളർന്നു വരണമെങ്കിൽ അതിന് വെള്ളമൊഴിക്കണം. ആ ജോലിയാണ് ശഅബാൻ മാസത്തിൽ നടക്കുന്നത്. റജബിൽ നമ്മൾ തുടങ്ങിയ പ്രാർത്ഥനകളും നന്മകളും ശഅബാൻ മാസത്തിൽ സ്നേഹവും കരുണയും കൊണ്ട് നനച്ചു വളർത്തണം. ശഅബാനിൽ നോമ്പുകളും രാത്രിയിലെ പ്രാർത്ഥനകളും ആ ചെടിയെ കരുത്തുള്ളതാക്കി മാറ്റും. അങ്ങനെ റജബിൽ വിത്തിട്ട് ശഅബാനിൽ നനച്ചു വളർത്തിയ നന്മയുടെ ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്ന നേരത്താണ് റംസാൻ എന്ന വസന്തം കടന്നു വരുന്നത്. ആ വസന്തകാലത്ത് നമ്മൾ വളർത്തിയെടുത്ത പുണ്യങ്ങൾ വിളവെടുക്കാനുള്ള സമയമാണ്. ഓരോ നോമ്പുകാരനും താൻ കാത്തു സൂക്ഷിച്ച നന്മയുടെ ഫലങ്ങൾ അനുഭവിക്കുന്ന മാസം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ന് ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു സങ്കടകരമായ സത്യമുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാസങ്ങളിൽ നമ്മോടൊപ്പം ചിരിച്ചുല്ലസിച്ചു നടന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് അന്തരിച്ചു പോയിരിക്കുന്നു. ഈ വരുന്ന റംസാൻ മാസത്തിൽ അല്ലാഹുവിൻ്റെ അതിഥിയാവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമോ എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് മരണം നമ്മെ തേടിയെത്തുന്നതിന് മുമ്പ് ഈ കിട്ടിയ നിമിഷങ്ങളെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് നിറയ്ക്കാം. റജബും ശഅബാനും നൽകുന്ന ഈ അവസരം പാഴാക്കാതെ റംസാനിലേക്ക് സന്തോഷത്തോടെ നമുക്ക് നടന്നു കയറാം.